കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വാട്സപ്പിന്റെ 10 ട്രിക്കുകളെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള 10 ട്രിക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ വാട്സപ്പ് ഇവിടെ ഒന്നും ഓപ്പൺ ആക്കിയാണ്. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺടാക്ട്സ് നമുക്ക് പിൻ ചെയ്യാൻ സാധിക്കും. ചാറ്റ് ലിസ്റ്റിന്റെ ഏറ്റവും മുകളിലേക്ക് പിൻ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏത് കോൺടാക്റ്റ് ആണോ പിൻ ചെയ്യേണ്ടത് ആ കോൺടാക്റ്റിൽ പ്രസ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് പിൻ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ കോൺടാക്ട് നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മുകളിൽ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ 3 കോൺടാക്ട് പിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ മറ്റാരെങ്കിലും മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 കോൺടാക്റ്റുകളുടെ താഴെയായിട്ട് മാത്രമേ ആ മെസ്സേജുകൾ എനിക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. കാരണം ഏറ്റവും ടോപ്പിൽ ഞാൻ പിൻ ചെയ്തിരിക്കുന്ന ഈ 3 കോൺടാക്റ്റുകളുടെ മെസ്സേജ് ആയിരിക്കും എനിക്ക് ആദ്യം കാണാൻ സാധിക്കുക. ബാക്കി മെസ്സേജുകൾ ഇതിന് താഴെയായിട്ടേ കാണാൻ സാധിക്കും. പിൻ ചെയ്തതിനു ശേഷം ഇത് അൺപിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വീണ്ടും ഈ കോൺടാക്റ്റിൽ പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ഇവിടെ ഒന്നും അൺപിൻ ചെയ്യാനും സാധിക്കും. നമുക്ക് ഏതെങ്കിലും കോൺടാക്റ്റിന്റെ ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ കോൺടാക്റ്റിൽ പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം റൈറ്റ് സൈഡിൽ മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആഡ് ചാറ്റ് ഷോർട്ട് കട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഞാൻ ബാക്ക് ചെയ്യുകയാണ്. ഞാൻ ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്ത കോൺടാക്ട് ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി എനിക്ക് മെസ്സേജുകൾ അയക്കണമെങ്കിൽ ഡയറക്റ്റ് ഈ കോൺടാക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്കായിരിക്കും ഓപ്പൺ ആകുക. നമ്മൾ വാട്സപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊഫൈൽ പിക്ചറും സ്റ്റാറ്റസും ലാറ്റ് സീനും ഒക്കെ ആരൊക്കെ കാണണമെന്ന് നമുക്ക് ഇവിടെ ഒന്ന് തീരുമാനിക്കാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിലായി കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക. സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയതിനു ശേഷം ഇവിടെ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒന്നും പ്രൈവസി ഓപ്പൺ ആക്കുക. പ്രൈവസിയിൽ നിങ്ങൾക്ക് ലാറ്റ് സീൻ സെറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ അവസാനമായി വാട്സപ്പിൽ വന്ന സമയം ആരൊക്കെ കാണണമെന്നുള്ളത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ ആരൊക്കെ കാണണമെന്ന് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാം. നിങ്ങളുടെ ഫോണിലെ സ്റ്റാറ്റസ് ആരൊക്കെ കാണുമെന്ന് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഈ കാണുന്ന ഓപ്ഷനുകളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ മാത്രം നിങ്ങളുടെ സ്റ്റാറ്റസ് കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് കോൺടാക്ട്സ് ഓപ്പൺ ആകും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഓരോരുത്തരെ സെലക്ട് ചെയ്ത് അവർക്ക് മാത്രം കാണുന്ന രീതിയിൽ നിങ്ങളുടെ ഫോണിന്റെ സ്റ്റാറ്റസ് സെറ്റ് ചെയ്യാൻ സാധിക്കും. റീഡ് റെസിപ്റ്റ്. നമ്മൾ ആർക്കെങ്കിലും മെസ്സേജുകൾ അയക്കുകയാണെങ്കിൽ അവർ ആ മെസ്സേജ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മെസ്സേജിൽ ബ്ലൂ ടിക്ക് വരും. അങ്ങനെ വരാൻ കാരണം നമ്മുടെ വാട്സപ്പിലുള്ള ഒരു സെറ്റിംഗ്സ് എനേബിൾ ആയിരിക്കുന്നത് കൊണ്ടാണ്. റീഡ് റെസിപ്റ്റ് എന്ന് പറയുന്ന ആ ഓപ്ഷൻ നമ്മൾ ഡിസേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ആരെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മളത് വായിച്ചു കഴിഞ്ഞാലും അവർക്കത് അറിയാൻ സാധിക്കത്തില്ല. ഞാൻ ഇവിടെ നിന്നും ഒരു മെസ്സേജ് ഈ മൊബൈലിലേക്ക് അയക്കുകയാണ്. നിങ്ങളുടെ കാണാൻ സാധിക്കും ഈ മെസ്സേജ് റിസീവ് ആകുമ്പോൾ ബ്ലൂ കളർ ടിക്ക് വരുന്നത് കാണാൻ സാധിക്കും. ഇത് നമുക്ക് എങ്ങനെ മാറ്റാൻ സാധിക്കും? അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഞാനിവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയാണ്. സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയതിനു ശേഷം അക്കൗണ്ടിൽ പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് താഴെയായിട്ട് റീഡ് റെസിപ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഡിസേബിൾ ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും ഒന്ന് മെസ്സേജ് അയച്ചു നോക്കാം ആ സെയിം നമ്പറിലേക്ക്. ഞാൻ ഇവിടെ നിന്നും എന്തെങ്കിലും ഒന്ന് മെസ്സേജ് ചെയ്യുകയാണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഞാൻ ഇവിടെ നിന്ന് അയച്ച മെസ്സേജ് ഈ മൊബൈലിൽ റിസീവ് ആകുന്നുണ്ട്. എന്നാൽ ഇവിടെ ബ്ലൂ ടിക്ക് വരുന്നില്ല. നോക്കുക, ഇവിടെ ബ്ലൂടൂത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല. ഇതേപോലെ തന്നെ ഈ നമ്പറിൽ നിന്ന് ഞാൻ ഒരു മെസ്സേജ് ഇതിലേക്ക് അയക്കുകയാണ്. ഇതിൽ ഞാൻ റീഡ് റെസിപ്റ്റ് ഡിസേബിൾ ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഇവിടെ നിന്ന് ഒരു മെസ്സേജ് ഇതിലേക്ക് അയക്കുകയാണ്. നമുക്ക് നോക്കാം ഇവിടെ ബ്ലൂടൂത്ത് വരുന്നുണ്ടോ എന്ന്. ഞാനിവിടെ മെസ്സേജ് റിസീവ് ചെയ്തു, എന്നാൽ ഇവിടെ ബ്ലൂടൂത്ത് വരുന്നില്ല. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ റീഡ് റെസിപ്റ്റ് എനേബിൾ ചെയ്തിരിക്കുകയാണെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങൾ റിസീവ് ചെയ്ത് കഴിഞ്ഞാലും അവർക്കത് കാണാൻ സാധിക്കത്തില്ല. അതേപോലെ തന്നെ നിങ്ങൾ ആർക്കെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ റീഡ് ചെയ്തിട്ടുണ്ടോ എന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. നിങ്ങൾ ആർക്കെങ്കിലും അയച്ച മെസ്സേജ് അവർ റീഡ് ചെയ്ത സമയം നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതിനും വാട്സപ്പിലൊരു ട്രിക്ക് ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത്, ഏത് മെസ്സേജിന്റെ സമയമാണോ അറിയേണ്ടത് ആ മെസ്സേജിൽ ക്ലിക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് മുകളിലായിട്ട് കുറെ ഓപ്ഷനുകൾ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ഐ ബട്ടൺ വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. എത്ര സമയം മുമ്പാണ് ആ മെസ്സേജ് അവർ റീഡ് ചെയ്തതെന്നുള്ള കാര്യം ഇവിടെ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ വാട്സപ്പിലുള്ള ചാറ്റ് ലിസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് ഏതെങ്കിലും ചാറ്റ് ഹൈഡ് ചെയ്യണമെങ്കിൽ അതിനും സാധിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്നും ഏതെങ്കിലും ഒരു ചാറ്റ് ഹൈഡ് ചെയ്യുകയാണ്. കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന ഈ കോൺടാക്ട് എനിക്ക് ഹൈഡ് ചെയ്യണം. ഞാൻ ചെയ്യുന്നത് ഈ കോൺടാക്റ്റിൽ പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. അതിനുശേഷം ഇവിടെ മുകളിലായിട്ട് കുറെ ഓപ്ഷനുകൾ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ ആർച്ചീവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. നോക്കുക, ആ കോൺടാക്ട് ഇവിടെ ഒന്നും ഹൈഡ് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന കോൺടാക്ട് ഇപ്പോൾ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. ഈ കോൺടാക്ട് ഇപ്പോൾ വാട്സപ്പിൽ നിന്നും ഹൈഡ് ആയിരിക്കുകയാണ്. മറ്റാരെങ്കിലും ഇതിൽ ആ കോൺടാക്ട് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അവർക്കത് കാണാൻ സാധിക്കത്തില്ല. ഇനി നിങ്ങൾക്ക് ഹൈഡ് ചെയ്ത കോൺടാക്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ആർച്ചീവ്ഡ് ചാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ വാട്സപ്പിൽ എത്ര കോൺടാക്ട്സ് നിങ്ങൾ ഹൈഡ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കും. വീണ്ടും നിങ്ങൾക്ക് ഇത് പഴയ രീതിയിലാക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റിൽ പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ഇവിടെ നിന്നും
അച്ചീവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. നോക്കുക, വീണ്ടും ആ കോൺടാക്ട് അവിടെ തന്നെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ മറ്റോ അംഗങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മെസ്സേജ് നോട്ടിഫിക്കേഷനുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കും. ഈ നോട്ടിഫിക്കേഷനുകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഞാനിവിടെ ഒരു കോൺടാക്ട് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം അതിൽ പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് മ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ലഭിക്കും. ഇവിടെ നിങ്ങൾക്ക് ഈ കോൺടാക്ട് മ്യൂട്ട് ചെയ്യാൻ സാധിക്കും. 8 hours വേണ്ടി നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ 1 week, 1 year, അങ്ങനെ നിങ്ങൾക്ക് ഈ കോൺടാക്ട് ഇവിടെ ഒന്നും മ്യൂട്ട് ചെയ്യാൻ സാധിക്കും. നോക്കുക, ഈ കോൺടാക്ട് ഇവിടെ ഒന്നും മ്യൂട്ട് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. വീണ്ടും ഇത് പഴയ രീതിയിലാക്കാൻ വീണ്ടും കോൺടാക്റ്റിൽ പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം വീണ്ടും അതേ ഐക്കണിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മ്യൂട്ട് ആയിരുന്ന ആ കോൺടാക്ട് ഇപ്പോൾ നോർമൽ രീതിയിലേക്കായിരിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മൾ ബ്രൗസറുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും വെബ്സൈറ്റുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും പേജുകളോ ഒക്കെ നമ്മൾ ബുക്ക് മാർക്ക് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വാട്സപ്പിലും സ്റ്റാർ ചെയ്യാൻ സാധിക്കും മെസ്സേജുകൾ. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഏത് മെസ്സേജ് ആണോ നിങ്ങൾക്ക് സ്റ്റാർ ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റാർ ബട്ടൺ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഈ മെസ്സേജ് ഇപ്പോൾ നിങ്ങളുടെ വാട്സപ്പിൽ സേവ് ആയിട്ടുണ്ട്. ഇനി സ്റ്റാർ ചെയ്ത മെസ്സേജ് നിങ്ങൾക്ക് കാണാനായിട്ട് റൈറ്റ് സൈഡിൽ മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്റ്റാർഡ് മെസ്സേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നോക്കുക, ഈ മെസ്സേജ് സ്റ്റാർഡ് മെസ്സേജിലുണ്ട്. എപ്പോൾ വേണമെങ്കിലും എനിക്ക് ആ കോൺടാക്ട് ഓപ്പൺ ആക്കാതെ തന്നെ ഈ മെസ്സേജ് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജുകൾ വല്ലതും വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മെസ്സേജുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾ മെസ്സേജ് സ്റ്റാർ ചെയ്യുക. ചിലപ്പോൾ നമ്മൾ മറന്നു പോകും, ചില മെസ്സേജുകൾ നമുക്ക് ഇഷ്ടപ്പെടും, എന്നാൽ അത് ആരാണ് അയച്ചത്, എവിടെയാണ് അത് കണ്ടതെന്ന് നമുക്ക് ഒരുപക്ഷെ മറന്നു പോകും, ഒരുപാട് മെസ്സേജുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതേപോലെ സ്റ്റാർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള മെസ്സേജുകൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ അയക്കുന്ന മെസ്സേജിന്റെ ഫോണ്ടുകൾ നമുക്ക് വാട്സപ്പിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇതിനായിട്ട് നിങ്ങൾക്ക് ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷന്റെയും സഹായം വേണ്ട. ഞാനിവിടെ നിന്നും ഒരു കോൺടാക്ട് ഓപ്പൺ ആക്കി അതിനുശേഷം ഇവിടെ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഞാനിവിടെ ഹലോ എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം ഇതിന്റെ ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന് തൊട്ട് മുകളിലായിട്ട് ചില ഓപ്ഷനുകൾ വന്നിരിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ഇതിന്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ബോൾഡ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ബോൾഡ് ആക്കാൻ സാധിക്കും. അതിനുശേഷം ഇറ്റാലിക്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റാലിക്സിലാക്കാൻ സാധിക്കും. നോക്കുക, ഞാനിത് ഇറ്റാലിക്സിലാക്കി. അങ്ങനെ ഓരോ രീതിയിലും നിങ്ങൾ അയക്കുന്ന മെസ്സേജിന്റെ ഫോണ്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. വാട്സപ്പിൽ നിന്ന് നമുക്ക് ജിഫ് ഇമേജുകൾ അയക്കാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ ഇമോജി അയക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ലഭിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴെയായിട്ട് ഇമോജിക്ക് തൊട്ടടുത്തായിട്ട് ജിഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെയും നിങ്ങൾക്ക് ജിഫ് ഇമേജുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. നോക്കുക, ഇവിടെ ഒരുപാട് ജിഫ് ഇമേജുകൾ ലഭിക്കും. നിങ്ങൾക്ക് ഏത് ഇമേജ് ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒന്ന് സെൻഡ് ചെയ്യുക. നോക്കുക, ഇതേപോലെ നിങ്ങൾക്ക് ജിഫ് ഇമേജുകൾ സുഹൃത്തുക്കൾക്ക് അയക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ ഇമേജുകൾ പ്ലേ ചെയ്ത് നോക്കണമെങ്കിൽ ഇവിടെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാൻ സാധിക്കും. ഇതേപോലെ ഓരോ ഇമേജുകളായിട്ട് പ്ലേ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇമേജുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാനും സാധിക്കും. ഈ വീഡിയോ ഞാൻ നിങ്ങളുമായി വാട്സപ്പിന്റെ 10 ട്രിക്കുകൾ ഷെയർ ചെയ്തു. ഇതേപോലെ തന്നെയുള്ള മറ്റൊരു വീഡിയോയുടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വാട്സപ്പിന്റെ കൂടുതൽ ഫീച്ചറുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മറ്റൊരു വീഡിയോയുടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ 10 കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാട്സപ്പിന്റെ ഫീച്ചർ ഏതാണെന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. വാട്സപ്പിലെ ഈ ചെറിയ ചെറിയ ട്രിക്കുകൾ പോലും അറിയാത്ത സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു, അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യില്ല, അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യില്ല, ഈ വീഡിയോ കൊള്ളില്ല എന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കരുത്. ഈ കാര്യങ്ങളൊന്നും അറിയാത്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പുതിയതായിട്ട് ആൻഡ്രോയിഡ് ഫോൺ വാങ്ങി അതിൽ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അത് ഉപയോഗിക്കാൻ തുടങ്ങുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം. ഞാൻ അവർക്കൂടെ വേണ്ടിയാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ അറിയാവുന്നവർ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങൾ അറിയാത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടി നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.